ഇതേതാണ്ട് ലഡുവിന്റെ ഒരു കുഞ്ഞനിയത്തിയായിട്ട് വരും. വെറുതെ പറഞ്ഞല്ല കേട്ടോ. കടലമാവ് കൊണ്ട് ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ ഈ ഹൽവ തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു നോൺ സ്റ്റിക് പാനോ അല്ലെങ്കിൽ അടിക്കട്ടിയുള്ള ഒരു പാത്രമോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി തുടങ്ങുമ്പോഴേക്കും 1.5 ടേബിൾ സ്പൂൺ കശുവണ്ടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കശുവണ്ടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് ചുവന്ന് വരുമ്പോഴേക്കും ഇനി നമുക്കിതൊന്ന് കോരി മാറ്റിയിട്ട് ശേഷം ഇതിലേക്ക് 1 കപ്പ്, അതായത് 250 ml കപ്പില് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക. ശേഷം ഈ കടലമാവിന്റെ ആ ഒരു പച്ചമണം മാറി കിട്ടുന്നത് വരെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറഞ്ഞത് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഈ കടലമാവ് മൂത്ത് ചെറിയൊരു മണം വന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ 1.5 കപ്പ്, അതായത് 250 ml കപ്പില് 1.5 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതോടൊപ്പം ചേർത്ത് കൊടുത്തിട്ട് തീ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയം തന്നെ, അതായത് ഇതിലെ വെള്ളം വറ്റിത്തീരുമ്പോൾ തന്നെയും കടലമാവ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഈ സമയം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 2 തവണകളിലായിട്ട് 80 ml കപ്പില് 2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഈ പറഞ്ഞതുപോലെ 80 ml കപ്പിൽ 1 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് രണ്ടാമതൊരു കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് ഇളക്കുന്നത് കേട്ടോ. ഒരു കാരണവശാലും പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു പോകരുത്. അങ്ങനെയാണെങ്കിൽ ഹൽവയ്ക്ക് വലിയ ടേസ്റ്റ് ഒന്നും കാണില്ല. നമുക്കറിയാം ഹൽവയുടെ ടേസ്റ്റ് തന്നെ പഞ്ചസാരയാണ്, അതായത് മധുരമാണ്. അങ്ങനെ ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് കുറുകി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ശേഷം വീണ്ടും തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി, അതായത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എനിക്കതിൻ്റെ ടേസ്റ്റ് വലുതായിട്ട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത് കേട്ടോ. അങ്ങനെ ഈ നെയ്യ് ചേർത്ത് കൊടുത്ത് തുടരെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴേക്കും ഹൽവ ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വന്നു തുടങ്ങും. ഈ അവസരത്തിൽ നമുക്കിതിലേക്ക് കശുവണ്ടി കൂടി ചേർത്ത് ഇളക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഇത് തയ്യാറാക്കി വെച്ച് ചൂടോടുകൂടി തന്നെ അങ്ങ് കഴിക്കരുത്. ചൂടൊക്കെ മാറിയതിന് ശേഷം കുറഞ്ഞതൊരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുക. ചൂടോടുകൂടി കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാം. അപ്പോൾ എന്താ പറയുക, മധുരത്തോട് താല്പര്യമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.